സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. ഒരു 50 രൂപ 60 രൂപ 50 രൂപ 60 രൂപ വണ്ടി ഇറക്കാം. നല്ല ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന വണ്ടിയില്ല. ഇനി തവണ അതിന്റെ നേരെ ചെറിയൊരു സെഗ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നവരെങ്കിൽ അമേസ്, അതും ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു മോഡലാണ്. ഒരു 50 രൂപയ്ക്ക് ഇറക്കാം. നല്ല മൈലേജുള്ള വണ്ടിയാണ്. മൈലേജുള്ള വണ്ടി 24 മൈലേജ് പ്രതീക്ഷിക്കാം. മൈലേജ് നോക്കി ഡെയിലി യൂസിന് ഒരു ഫ്രണ്ട്സ്. അപ്പോൾ വീണ്ടും നമ്മൾ നല്ലൊരു ഗംഭീരമായ കളക്ഷനൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് പാർട്ടിൽ അത്യാവശ്യം ചെറിയ പൈസക്ക് 5-5 ലക്ഷം രൂപ മുതൽ ഇന്നോവകളും പ്രീമിയം വെഹിക്കിൾസ് ആണ്. ഏകദേശം നമുക്ക് ബെൻസൊക്കെ 5 ലക്ഷം രൂപ മുതലുള്ള ഒരു പാർട്ട് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നമുക്ക് ക്രിസ്റ്റകൾ വന്നിട്ടുണ്ട്. ഏകദേശം ട്രാക്കൊക്കെ ഒരു 1.5 ലക്ഷം രൂപയിൽ ഇറക്കാൻ പറ്റുന്ന ഒത്തിരി ഇന്നോവകൾ, ക്രിസ്റ്റകൾ, ഫോർച്യൂണറൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി പാർട്ടായിരുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒന്നുകൂടെ നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് അമേസിൻ്റെ ഫസ്റ്റ് ജെൻ വരുന്നുണ്ട്. അതേപോലെ ഡിസയർ, എത്തിയോസ്, സിറ്റി, അതേപോലെ ചെറുകാറുകളും 7 സീറ്ററുകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു അടിപൊളി പാർട്ടാണ്. MKലാണ് കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് ഫൈസൽക്കാണ്. ഫൈസൽക്ക് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലൊക്കേഷൻ വെള്ളോമ്പ്രാണ്. ബാക്കി പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ അതായത് വള്ളോമ്പ്രം ജംഗ്ഷൻ എത്തുന്ന തൊട്ട് മുമ്പായിട്ടാണ് നമ്മൾ ഈ ഒരു MKയിൽ സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറത്ത് നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ, മഞ്ചേരിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ, കൊണ്ടോട്ടിയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ജംഗ്ഷനായിട്ടാണ് വള്ളോമ്പ്രം വരുന്നത്. അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് പാർട്ട് കാണാത്തവർക്കായിട്ട് നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇന്ന് നമ്മൾ ഡെയിലി യൂസിന് ഒരു മൈലേജ് പെർഫോമൻസ് എന്ന കുറഞ്ഞ മെയിൻ്റനൻസ് ഉള്ള ഒരു വാനാണ് നോക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മൾ ഹോണ്ടയുടെ സിറ്റി. ഇത് ഒറിജിനൽ കേരളമാണ് വണ്ടി വരുന്നത്. ഒറിജിനൽ കേരള വാഹനം, ഡീസൽ. ഏകദേശം നമുക്ക് ലോങ് ഡ്രൈവിൽ 24 പറയുന്നുണ്ടെങ്കിലും നമുക്ക് 20-22 മൈലേജ് നമുക്ക് കൺഫേം ആയിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. ട്രിവാൻഡ്രം രജിസ്ട്രേഷനാണ്. അത് നമുക്ക് SP ആണ് ഓപ്ഷൻ വരുന്നത് അല്ലേ. AC, പവർ സ്റ്റിയറിംഗ്, അതേപോലെ 4 ഡോർ പവർ വിൻഡോ, സ്റ്റിയറിംഗിൽ നമുക്ക് ക്രൂസ് കൺട്രോൾ കാര്യങ്ങൾ, കമ്പനി അലോയ്സ്, ഒരു 80-85% ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം. 2015 മോഡൽ ഇല്ല. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 1.4 ഇല്ല. ഓൺഷിപ്പ് സെക്കൻഡ്. എത്ര നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റുന്നത്? ഇത് ചോദിക്കുന്നത് 5.5 നമുക്ക് ലാസ്റ്റ് എത്ര കൊടുക്കാൻ പറ്റുന്നത്? അതിൽ മാക്സിമം കുറച്ച് കൊടുക്കും. ഇനിയും കുറച്ച് കൊടുക്കാം. ഒരു 10-15 രൂപ ഇനിയും കൊടുക്കാം. അത് കുറയും, അതിലും കുറയും. അപ്പൊ വരി നിങ്ങൾ മാക്സിമം കുറച്ച് തരും. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നത്? ഒരു 50 രൂപ 60 രൂപ 50 രൂപ 60 രൂപ വണ്ടി ഇറക്കാം. നല്ല ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന വണ്ടിയില്ല. ഇനി തവണ അതിന്റെ നേരെ ചെറിയൊരു സെഗ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നവരെങ്കിൽ അമേസ്, അതും ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു മോഡലാണ്. മെയിൻ്റനൻസിന്റെ കാര്യത്തിൽ തീരെ മെയിൻ്റനൻസ് ഇല്ല എന്ന് പറയാം ഈ ഒരു വാഹനം അല്ലേ. പൊതുവെ അതുകൊണ്ട് നമുക്ക് ടാക്സിയിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വാഹനമാണ്. അത്യാവശ്യം മൈലേജും നല്ലൊരു ഫാമിലിക്ക് നമുക്ക് അത്യാവശ്യം ഓട്ടോമാറ്റിക് ആണ് അല്ലേ. സോ CVT ഓട്ടോമാറ്റിക്, ലേഡീസിന് വരെ കംഫർട്ടായിട്ട് യെല്ലോൾ അസിസ്റ്റന്റ് ഒക്കെ ഉള്ളതുകൊണ്ട് കയറ്റത്തുനിന്ന് പിറകോട്ട് ഇറങ്ങുക അങ്ങനത്തെ വിഷയങ്ങളൊന്നും വരാത്ത നല്ല കംഫർട്ടായിട്ട് സേഫ്റ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2021 മോഡലാണ്. ഓപ്ഷൻ VX ആണ് വരുന്നത്. സെക്കൻഡ് ഓണർ ആണ്. വില വരുന്നത് നമ്മൾ 8.5 രൂപ ചോദിക്കുന്നുണ്ട്. 8.5 രൂപ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 80 രൂപ 75 രൂപ കണ്ടെങ്കിൽ. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 40,000 കിലോമീറ്റർ. 40,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ, ഒറിജിനൽ കേരള വാഹനം. ഒരു 19 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ഇത് നമുക്കൊരു എത്തിയോസ് അല്ലേ. പൊതുവെ ഒരു 20 മൈലേജ് കാര്യങ്ങൾ. പിന്നെ ടാക്സിയിലാണ് കിടക്കുന്നത്. സോ നമുക്ക് യൂബറൊക്കെ ഓടാനൊക്കെ ഉദ്ദേശിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് പറ്റുന്ന ഒരു അടിപൊളി വാഹനം അല്ലേ. സിംഗിൾ RC ഓണർ ആണ്. ഒറിജിനൽ കേരള വണ്ടി. സിംഗിൾ ഓണർ, ഒറിജിനൽ കേരള വണ്ടി അല്ലേ. അത് നമുക്ക് കേരള രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് GD ആണ് ഓപ്ഷൻ വരുന്നത്. ഇത് നമ്മൾ ടാക്സിയിലാണ് വണ്ടി വരുന്നത്. പേപ്പർ കാര്യങ്ങളൊക്കെ പുതിയ പേപ്പർ ഉണ്ട്. ഏകദേശം വില വരുന്നത് 3.60 വരുന്നത്. 3.60 അല്ലേ. പേപ്പറൊക്കെ എല്ലാം ഫിറ്റ് അല്ല വരുന്നത്? ഫുൾ ക്ലിയർ ആക്കിയിട്ടാണ് വില പറഞ്ഞത് വരുന്നില്ല. നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നത്? ഒരു 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ലേ. ഇത് നമുക്കൊരു ഡിസയർ അല്ലേ. AKL 35 ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങൾ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2016 LX അല്ലേ. AC പവർ സ്റ്റിയറിംഗ് അല്ലേ. 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ടോ? പവർ വിൻഡോ, 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് ടയേഴ്സ് ഒക്കെ വരുന്നുണ്ട്. തേർഡ് ഓണർ. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? മേജർ ആയിട്ടൊന്നുമില്ല അല്ലേ. എത്ര ചോദിക്കുന്നതിന്? ഇത് 3.60. ഒരു 16 മൈലേജും പ്രതീക്ഷിക്കാം. ഏകദേശം നമുക്ക് 19 രൂപ വണ്ടി ഇറക്കാം. സുഖമായിട്ട് ഇറക്കാം. അമേസിന്റെ ഫസ്റ്റ് ജനറേഷൻ ആണ്. നമ്മൾ സെക്കൻഡ് ജനറേഷൻ ആണ് നേരത്തെ പരിചയപ്പെട്ട്. ഇതിന്റെ ഫസ്റ്റ് ജനറേഷൻ ഇല്ല. ഇത് ഡീസലാണോ പെട്രോൾ ആണോ? ഡീസലാണ്. 2014 വണ്ടിയാണ് വരുന്നത്. ഇത് S മോഡലാണ് വരുന്നത്. ഓക്കെ. ഇതിന് വില ഏകദേശം 3.80 വരും. 3.80 അല്ലേ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. നല്ല മൈലേജുള്ള വണ്ടിയാണ്. മൈലേജുള്ള വണ്ടി 24 മൈലേജ് പ്രതീക്ഷിക്കാം. മൈലേജ് നോക്കി ഡെയിലി യൂസിന് ഒരു ബുള്ളറ്റ് കൊണ്ടെടുക്കുന്ന ചെലവിൽ കൊണ്ടെടുക്കാൻ പറ്റുന്ന വണ്ടി എന്ന് പറയാം അല്ലേ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുമത്? ഇപ്പോൾ 50 രൂപ 60 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം അല്ലേ.
ഇത് നമുക്ക് കുറച്ചുകൂടി സ്റ്റോക്കുകൾ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് വേർച്ചസ് ഒക്കെ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ പരിചയപ്പെട്ടതാണ്. അതേപോലെ തന്നെ നമുക്ക് ഓൾട്ടീസ് വരുന്നുണ്ട്. ഇനി ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു 7 സീറ്റർ നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത് നല്ല പൊളി കളറിൽ ഒരു റെനോ ട്രൈബർ അല്ലേ. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2023 വണ്ടി. 2023 ആണ് വണ്ടി. RX ഫസ്റ്റ് ഓണറാണ് വരുന്നത് കേട്ടോ. സിംഗിൾ ഓണർ വണ്ടിയാണ് അല്ലേ. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 30 ആകെ ഓടിയിട്ടുള്ളൂ. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. 7 സീറ്റർ ആണ്. ഏകദേശം നമുക്ക് മൈലേജ് ഒരു 16-17 പ്രതീക്ഷിക്കാം. എത്ര ചോദിക്കുന്നതിന്? ഇത് 5.4. 5.4 ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? പാർട്ടിക്കനുസരിച്ച് നമുക്ക് എങ്ങനെ ലോണിന്റെ കാര്യം ചെയ്യാം. മാക്സിമം നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. ഇത് നമുക്കൊരു ഡസ്റ്റർ ആണ്. ഒരു മിനി SUV ഒക്കെ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഇത് 85 PS ആണ്. 85 ആണ്. 2013 മോഡൽ 180 ഓടിയാണ്. 180 തേർഡ് ഓണർ ആണ് വരുന്നത്. ഓക്കെ. നമുക്ക് അത്യാവശ്യം ഒരു 85 ആയതുകൊണ്ട് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡസ്റ്റിൽ അത്യാവശ്യം ഇറങ്ങിയ ഡിമാൻഡുള്ള കളർ കൂടിയാണ് അല്ലേ. എത്ര ചോദിക്കുന്നത് ഇതിന്? 360. ചെറിയൊരു പ്രൈസിനും ഉണ്ടാകും. 85 ആണ്. അത്യാവശ്യം ഒരു 18-20 മൈലേജും പ്രതീക്ഷിക്കാം. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റും? 19-60 രൂപ ഇത് ഇറക്കാം. ഇത് നമുക്കൊരു കിഡ്ലൻ 7 സീറ്റർ ആണ്. മഹീന്ദ്ര SUV 500 അല്ലേ. KL40 ആണ് രജിസ്ട്രേഷൻ വരുന്നത്. ഏതാണ് W8 ആണോ വരുന്നത്? അതെ, W8 ആണ്. അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് അല്ലേ. 2013 മോഡലാട്ടോ. 2013 ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി അല്ലേ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 180 കോടിയാണ്. തേർഡ് ഓണർ ആണ്. എത്ര ചോദിക്കുന്നത് നമ്മളിതിന്? 4.4. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റും? ഒരു 60-70 രൂപ ഉണ്ടെങ്കിൽ 70 രൂപ ഉണ്ടെങ്കിൽ ചെയ്യും. സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഇത് നമുക്കൊരു നെക്സോൺ അല്ലേ. നെക്സോൺ എങ്ങനെയായിരുന്നു? ഡീസലാണോ പെട്രോൾ ആണോ? പെട്രോൾ ആണ്. 2019 ആണ്. CNG കിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. XT ആണ് വരുന്നത് ഓപ്ഷൻ. ഫസ്റ്റ് ഓണർ ആണ് വരുന്നത്. 6 ലക്ഷം രൂപ ചോദിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് CNG കിറ്റ് ഒക്കെ ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു വാഹനമാണ്. CNG ഒക്കെ ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് നിലവിൽ 10-60 രൂപ ചെലവ് വരുന്നുണ്ട്. നമുക്ക് CNG ഒക്കെ അടക്കമായിട്ട് നമുക്ക് വരുന്നത് 560. നമുക്ക് ഒരു 19 രൂപ വേണ്ടി ഇറക്കാം. CNG ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു 20-22 മൈലേജും പ്രതീക്ഷിക്കാം. സോ നമുക്ക് CNG കിറ്റ് അടക്കം വരുന്ന വണ്ടിയാണ്. ലോൺ 19 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. ഇത് നമുക്ക് ഒരു ഹോണ്ട ജാസ് അല്ലേ. ഡീസലാണോ അതോ പെട്രോൾ ആണോ വരുന്നത്? ഡീസലാണ്. 2015 മോഡലാണ്. 120 ഓടിന്. സെക്കൻഡ് RC ഓർഡർ ആണ് വരുന്നത്. ഓക്കെ. നമുക്ക് SV ആണ് ഓപ്ഷൻ അല്ലേ. അതെ. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങൾ. അത്യാവശ്യം നമുക്ക് അതർ സ്റ്റേറ്റ് വെഹിക്കിൾ ആണ് വരുന്നത് അല്ലേ. നിലവിൽ ഇപ്പൊ കേൾട്ടൺ വണ്ടി നമ്പറൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. എത്ര ചോദിക്കുന്ന ഈ വാഹനത്തിന്? 4 രൂപ. 4 രൂപ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. 50 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ മൈലേജ് തന്നെയാണ് അല്ലേ. 10-24 മൈലേജ് തന്നെ കിട്ടുന്ന ഒരു 20 മൈലേജ് ഉണ്ടാവും എന്തായാലും കിട്ടൂല. ഇത് നമുക്കൊരു ടൊയോട്ട എത്തിയോസ് ലീവാ അല്ലേ. ഇത് ഡീസൽ അത് പെട്രോളോ? ഡീസലാണ്. 2015 155 ഓടിന്. സെക്കൻഡ് RC ഓണർ ആണ്. ഇത് ചോദിക്കുന്നത് 5.35. 19 രൂപ വണ്ടി ഇറക്കാം. ഫ്രണ്ട്സ്, നമ്മൾ MKLായിരുന്നു. 2 പാർട്ടും ഇവിടെ താൽക്കാലികമായിട്ട് അവസാനിക്കുകയാണ്. അത്യാവശ്യം നല്ല കളക്ഷൻസ്. നമുക്ക് കുറച്ച് ഏത് തരത്തിലുള്ള വാഹനങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കോൺടാക്ട് ചെയ്യാം. സോ നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ വലിയ വാഹനങ്ങൾ നോക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ലൊക്കേഷൻ മറക്കേണ്ട, മലപ്പുറം ജില്ലയിലെ വള്ളോമ്പ്രത്താണ്. പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ മലപ്പുറം, മഞ്ചേരി, കൊണ്ടോട്ടി ടൗണുകളിൽ നിന്ന് ഏകദേശം ഒരു ജംഗ്ഷനായിട്ട് വരുന്നൊരു സ്ഥലമാണ്. സോ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നൊരു വീണ്ടും കാണാം. റിയാസ് സൈനിങ്.